നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. എടാ മിയമോളെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകുന്ന ആ സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ണർ നമ്മുടെ ആദ്യയുടെ ഫ്രണ്ടാ, ഏതോ ഒരു ബെഞ്ചമിൻ. അയാൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. കക്ഷി ഇപ്പം നാട്ടിൽ വന്നപ്പോൾ തെറാപ്പി സെന്ററിൽ വെച്ച് ആമിയെ കണ്ടു. അവൾക്ക് അവനെ പരിചയമുണ്ട്. ബെഞ്ചമിൻ ആമിയുടെയും കുഞ്ഞിൻ്റെയും സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാ. ആ സ്ഥാപനത്തിൽ തന്നെ മോൾക്ക് ട്രീറ്റ്മെന്റും ആമിക്കൊരു ജോലിയും കൊടുക്കും. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. നിനക്കെന്ത് തോന്നുന്നു? അങ്കിളെ, ഇതുവരെ അവരെത്തിക്കാനായിരുന്നില്ലേ ഏറ്റവും റിസ്ക്? ഇപ്പതേ കുഞ്ഞിന്റെ അസുഖവും ഭേദമായി തുടങ്ങി. ആമയ്ക്കിനി ജോലിക്ക് പോവാം. അതിന്റെ വരുമാനം കൊണ്ട് ആമയ്ക്കും മോൾക്കും സുഖമായി ജീവിക്കാലോ. പിന്നെന്തിനാ അവർക്ക് പുതിയൊരു സ്പോൺസർ? ആമിക്കും മോക്കും താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടൊക്കെ കൊടുക്കേണ്ടി പോകും. അപ്പൊ പിന്നെ അവളുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായി ഒഴിയാലോ. എടാ, ആമിയുടെ സംസാരത്തിൽ നിന്ന് അവൾക്കും അതിനോട് താല്പര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആമി സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ ഒരു ഷെൽട്ടറിലേക്ക് മാറുന്നത് നമുക്കൊരു ആശ്വാസമല്ലടാ. പിന്നെ നമ്മളായിട്ട് കൈവിട്ടു കളഞ്ഞെന്നുള്ള കുറ്റബോധം നമുക്കുണ്ടാവുകയില്ല. അമ്പിളി ഇതറിയുമ്പോൾ ആശ്വാസമാവുകയും ചെയ്യും. എന്താ നിന്റെ അഭിപ്രായം? ഞാനെന്താ അഭിപ്രായം പറയാനാ? തീരുമാനം എടുക്കേണ്ടത് ആമിയല്ലേ. അവൾക്ക് എന്താ ഉചിതം തോന്നുന്നു അത് ചെയ്യട്ടെ. ഹലോ ഹലോ, ഇവനാരടാ ഇത് ഫോണും കട്ടിയത്? ആമി ഫിസിയോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞായതുകൊണ്ട് അമ്മയുടെ സപ്പോർട്ടൊന്ന് വേണം. ടൈം എടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്യും. അമ്പിളി എന്തിയോ മോളെ? അടുക്കളയിൽ കാണും ബാനുമ്മ. ആ അമ്പിളി, മോളെ അമ്പിളി. അല്ല, നിങ്ങൾ ഇറങ്ങാണോ? എടി, നീ ഇന്ന് പോകുന്ന അച്ഛനോട് പറഞ്ഞായിരുന്നോ? ഞാനിപ്പോ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന കാര്യം പറഞ്ഞപ്പോ സമ്മതിച്ചു. അച്ഛൻ വരാൻ സമയമെടുക്കും. ഇനി എപ്പോഴാ ഭാനുമ്മ ഇവിടേക്ക് വരുന്നേ? എപ്പോ വേണേലും വരാലോ മോളെ. മോന്റെ നൂലുകെട്ടൊക്കെ വരികയല്ലേ. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെങ്കിൽ ഭാനുമ്മ എന്തായാലും വരും. വേറെ ഒരു ബുദ്ധിമുട്ടും ഭാനുമ്മയ്ക്ക് ഉണ്ടാവില്ല. ദേ ഇങ്ങ് വന്നേക്കണം. മോളെ അമ്പിളി, മനസ്സിന്റെ മുറിവ് മനസ്സ് വെച്ചാലേ ഉണങ്ങും, മരുന്ന് വെച്ചാൽ ഉണങ്ങില്ല. എന്നുവെച്ചാ നിന്റെ ജീവിതം നേരെയാക്കാൻ നിനക്കേ പറ്റൂന്നർത്ഥം. എന്റെ ജീവിതം ഇപ്പോഴാ നേർവഴിയിലായത്. ഞാനിപ്പോ പഴയതിനേക്കാൾ സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത് ഭാനുമേ. ഇനി നമ്മൾ കാണുമ്പോ ഞാൻ ഇതിലും ഹാപ്പി ആയിരിക്കും ഭാനുമേ. അതുപോലെ നീ ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്തു പറയാനാ? രഘുവേട്ടൻ ഇനി ഞങ്ങളുടെ ഒപ്പം താമസിക്കാൻ പോകുന്ന. ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. എപ്പോഴാ വരുന്നേന്ന് ചോദിച്ചു. ഞാനും ഭാനുമ്മയും
ഇന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞപ്പോ രഘുവേട്ടന് സന്തോഷായി. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങുമല്ലേ ഭാനുമേ? കറി അടുപ്പത്തുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ എന്നാ അങ്ങനെ ആവട്ടെ അമ്പിളി, നമുക്ക് പിന്നെ കാണാം. മഞ്ചാടി, ഭാനുമയും കൊണ്ട് സൂക്ഷിച്ചു പോണേടി. ശരി ചേച്ചി. മോളെ ചീരു, പോയിട്ട് വരാം. മക്കളുടെ ആരോഗ്യവും നിന്റെ ആരോഗ്യവും ഒക്കെ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം ഭാനുമേ. ശരി ചേച്ചി. ശരി, നീ എത്തിയിട്ട് വിളിക്കേ. ആ വാ ഭാനുമേ. ആ പോട്ടെ മോളെ. ഓട്ടോയിൽ പോയാൽ മതി ട്ടോ. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. എന്നാ ശരി മോളെ. ശരി ഭാനുമേ. ശരി ചേച്ചി. ശരിടി. അയ്യോ, എന്താടാ? ഇല്ല 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 ഇല്ല. ഓ ഓ ഓ. രഘു, വിനയനെല്ലാം എന്നോട് പറഞ്ഞതിൽ നിനക്ക് അവനോട് ദേഷ്യം തോന്നണ്ട രഘു. നമ്മളൊരു കുടുംബമല്ലേ, നമുക്കിടയിൽ അറിയാവുന്ന കാര്യങ്ങൾ നമ്മളിൽ നിൽക്കും. ഇത്തരം വിഷയങ്ങൾ പുറത്തറിയുന്നതാണ് നാണക്കേട്. നാണക്കേട് മാത്രമാണോ ഇന്ദ്ര? ഒരു കുടുംബമല്ലേ നമ്മുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നശിച്ചോണ്ടിരിക്കുന്നത്? അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റുമോ? ആദ്യം നിന്റെ കുടുംബം നന്നാക്കും വിനയ, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കുടുംബം നന്നാക്കാൻ നടക്കുന്നത്. നിന്റെ കയ്യിൽ ഞാൻ നിൽക്കില്ലെന്ന് തോന്നിയുണ്ടോ നീ ഇന്ദ്രനെ കൂട്ടി വന്നതല്ലേ? രഘു, ഇതിനെ നീ വേറെ രീതിയിലൊന്നും കാണണ്ട. വിനയനും നമ്മളൊന്നും 100% പെർഫെക്റ്റ് ഒന്നും. അത് ശരിയാ. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. അതിപ്പോ ഇനി എങ്ങനെ സോൾവ് ചെയ്യുന്ന നമുക്ക് ആലോചിക്കണ്ടേ? ഇന്ദ്ര, നിനക്ക് എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് വിനയം പറഞ്ഞ അറിവല്ലാതെ വേറെ എന്തെങ്കിലും അറിവുണ്ടോ? രഘു ആരെങ്കിലും ചതിച്ചെന്നോ, ഏതെങ്കിലും കേസിൽ കുടുങ്ങിയെന്നോ, അതല്ല സ്വന്തം വീട് മറന്ന് രഘു ചിന്ന വീട് തുടങ്ങിയോന്നോ വേറെ ആരെങ്കിലും നിന്റെ അടുത്ത് പറഞ്ഞോ? പഞ്ചരത്ന കുടുംബത്തിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആള് അമ്മാവനാ. അദ്ദേഹം എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും പരാതി പറഞ്ഞോ? അല്ലെങ്കിൽ അനു പറഞ്ഞോ? എങ്കിലും നിനക്ക് എന്നോടൊന്ന് ചോദിക്കാം. അവരാരെങ്കിലും നിന്നെ ചുമതലപ്പെടുത്തിയോ ഇന്ദ്ര? ഇല്ല ഇല്ല രഘു. രഘുവിന്റെ കാര്യങ്ങളൊക്കെ വിനയം പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാനിത് സംസാരിക്കാൻ വന്നത് കുടുംബത്തെ ഓർത്തിട്ടുമല്ല. രഘുവിന് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്ന കരുതിയ. ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇന്ദ്ര. പഞ്ചരത്നത്തിലായാലും പുറത്തായാലും നമ്മൾ ഇടപെട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ രഘുവേട്ടന്. പക്ഷേ അതിൽ ഇടപെടാൻ രഘുവേട്ടന്റെ പെർമിഷൻ ഞങ്ങൾക്ക് വേണം. പിന്നെ ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞു, നീ ആദ്യം നിന്റെ സ്വന്തം പ്രശ്നങ്ങൾ തീർത്തിട്ട് എന്റെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ മതിയെന്ന്. ഇന്ദ്ര,